ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് ഇന്ന് അമ്പലത്തേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി അമ്പലത്തേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ കോതങ്കലത്ത് വെച്ചിട്ട് അവളെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് ബസ്സൊക്കെ കയറിയിട്ട് നേരെ ഇനി അമ്പലത്തേക്കാണ് കേട്ടോ പോകുന്നത്. ഞങ്ങളാണെങ്കിൽ തൃക്കാരൂർ അമ്പലത്തേക്കാണ് പോകുന്നത്. കുറേ നാളായി ഞങ്ങൾ ആ ഒരു അമ്പലത്തേക്ക് പോയിട്ട് വല്ലപ്പോഴും ഇരിക്കാനായിട്ട് അവിടെ പോകാറുള്ളത്. കാരണം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്, ഒത്തിരി ദൂരമൊന്നുമില്ല, ഒരു 20-30 മിനിറ്റ് ഉണ്ട്. എന്നാലും ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തേക്കാണ് കൂടുതൽ പോകാറുള്ളത്. അപ്പോൾ ഇവളുടെ വീഡിയോസൊന്നും അവൾ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവൾക്കാണെങ്കിൽ വീഡിയോസിലൊന്നും വരാൻ ഇഷ്ടമല്ല, അവളൊരു ഇൻട്രോവേർട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങളിതേ ബസ് ഇറങ്ങിയിട്ട് അമ്പലത്തേക്ക് നേരെ നടക്കുകയാണ്. ബസ് ഇറങ്ങിയിട്ട് കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ. പിന്നെ കുറേ സ്കൂൾ കുട്ടികളൊക്കെ അതിക്കടെ നടന്നു പോകുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് സ്കൂളിൽ പോകാൻ കൊതിയാവുന്നുണ്ട്, പക്ഷേ എനിക്കിഷ്ടമൊന്നുമല്ല, എന്നാലും കാണുമ്പോൾ ഒരു കൊതിയാവുന്നത്. പിന്നെ ഇതേ അമ്പലത്തേക്കൊക്കെ എത്തിയിട്ടുണ്ട്. ഇതാണ് അമ്പലത്തിൻ്റെ പുറകുവശമാണ് കേട്ടോ അത്. ഞങ്ങളാണെങ്കിൽ ഫ്രണ്ടിൽ കൂടെയാണ് ഞങ്ങൾക്ക് കയറേണ്ടത്. അങ്ങനെ അതേ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് ഞങ്ങളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കാണെങ്കിൽ കുറച്ച് പൂജ കാര്യങ്ങളൊക്കെ അവിടെ നടത്താനുണ്ടായിരുന്നു. പിന്നെ വഴിപാട് കാര്യങ്ങളൊക്കെ, കുറച്ച് പൂ കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഫ്രണ്ടിൽ നിന്ന് കയറിയത്. അപ്പോൾ അതേ പൂവ് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിട്ട് നേരെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അമ്പലത്തിൻ്റെ ഉള്ളിലത്തെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അമ്പലത്തിൻ്റെ ഉള്ളിൽ ഫോണൊന്നും അലോഡല്ല കേട്ടോ. പിന്നെ അവിടെ കുറച്ച് പൂജ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങിയിട്ട് ഇതേ ചന്ദനമൊക്കെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ കുറേ അമ്പലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്കൊക്കെ ഒന്ന് കയറണമായിരുന്നു. പിന്നെയാണെങ്കിൽ ഞങ്ങൾ ഇതേ തിരിച്ച് തന്നെ അമ്പലത്തിൻ്റെ പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം അവിടെ കുറച്ച് ആൾക്കാർ കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് മടിയായിരുന്നു കേട്ടോ. പിന്നെ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു അമ്പലക്കുളം ഉണ്ട്. അവിടെ അങ്ങനെ ഇറങ്ങാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ചെരുപ്പിട്ടിട്ട് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. ഇവൾ പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർക്കുന്നത്. പിന്നെ ഞാൻ ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെയാണെങ്കിലും നിറച്ച് മീനുകളൊക്കെ ആട്ടോ. ഇവിടെ ആൾക്കാരൊക്കെ വന്ന് തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ മീനൊക്കെ വളർത്തുന്നുണ്ട്. അങ്ങനെ ദേ ബ്ലാക്ക് കളറിലുള്ള മീനാട്ടോ അതൊക്കെ. നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഈ വെയിലായതുകൊണ്ടൊന്നും നേരെ കാണുന്നില്ല. അപ്പോൾ ദേ ഞങ്ങൾ കാലൊക്കെ കഴുകിയിട്ട് അവിടെ നിന്ന് നേരെ ഞങ്ങൾ തിരിച്ച് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ അവളെ കൊണ്ട് നിർബന്ധിച്ചെടുക്കുന്ന വീഡിയോസൊക്കെയാണ് കേട്ടോ. പിന്നെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ദേ നല്ലൊരു മഴ പെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കയറി നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനത്തെ ഞങ്ങൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് മസാല ദോശയാണ്. കുറേ നാളായി ഞങ്ങൾ ഈ മസാല ദോശ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട്. ഹോസ്റ്റലിലാകുമ്പോൾ ഇതൊന്നും കിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഇതൊക്കെ കഴിക്കാമെന്ന് പണ്ടേ പ്ലാൻ ചെയ്ത് വെച്ചതാണ് കേട്ടോ. അങ്ങനത്തെ ഫുഡൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇരിക്കുകയാണ് കേട്ടോ. അവളാണെങ്കിൽ കുറേ നാളും കൊണ്ട് പറയുന്നതാണ് മസാല ദോശ കഴിക്കണം, നമുക്ക് നാട്ടിൽ വരുമ്പോൾ ഇവിടെ പോകണം അവിടെ പോകണം എന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഞങ്ങൾ ഉടുപ്പി ഹോട്ടലിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ഒരു വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ സ്റ്റുഡിയോയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണെങ്കിൽ അവൾക്ക് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കയറിയതാണ്. ഞാനൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, അവൾ കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ തിരിച്ചിറങ്ങാൻ നേരത്താണ് ഈ ഒരു ഷർട്ട് കണ്ണിൽ പെട്ടത്. പിന്നെ എനിക്കിത് എടുക്കണം എന്നുണ്ടായിരുന്നു, പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലത്തെ വേറെ ഒന്നും എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ബില്ലൊക്കെ ആക്കിയിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്കാട്ടോ പോകുന്നത്. ചിലവർക്കൊന്നും എൻ്റെ സംസാരമൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ലായിരിക്കും. ഇതെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനൊരു കുറച്ച് സെക്കൻഡിലുള്ള വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ഗൈസ്, ടാറ്റാ.